സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയതോടെ വിമർശനം കടുപ്പിച്ച് EKAP സമസ്ത വിഭാഗങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം വിഭാഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് EK വിഭാഗവും വ്യക്തമാക്കി. എതിർപ്പുള്ളവർ കോടതിയെ സമീപിക്കട്ടെ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. സ്കൂൾ സമയമാറ്റത്തിലെ എതിർപ്പുകൾ പരിഗണിക്കുമെന്ന് ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞതോടെ എതിർപ്പിന്റെ സ്വരം കടുപ്പിക്കുകയാണ് ഇരു സമസ്തകളും. EK സമസ്ത ഇതിനോടകം തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു. സമസ്ത പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാറില്ല. സർക്കാർ ഏകപക്ഷീയ തീരുമാനമെടുത്തതോടെയാണ് സമരത്തിനിറങ്ങിയതെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട്. വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത വിധത്തിലുള്ള ഒരു പൂർണ്ണ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന AP വിഭാഗം സമസ്തയും വിമർശനവുമായി രംഗത്തെത്തി. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃസംഗമത്തിൽ വിമർശനമുയർന്നു. നേതൃത്വ സംഗമം കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ചർച്ചയുമില്ലാതെ ഏകപക്ഷീയ നിലപാട് സർക്കാർ എടുത്തത് തെറ്റെന്ന് മുസ്ലിം ലീഗ്. ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവൺമെന്റാണ്. അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താന്നുള്ള അവരോട് ചർച്ച ചെയ്തൂടെ. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ്.